ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ന്യായപ്രമാണത്തിന് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാനായിട്ട് സാധ്യമല്ല എന്നത് നാം റോമാലേഖനത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ ചിന്തിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച ജനം ന്യായപ്രമാണത്തിന് ഒരിക്കലും അധീനരല്ല എന്ന വസ്തുതയാണ്. നാം ശിക്ഷാവിധിയിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നതിനാൽ പാപം ചെയ്യുക ഒരു കുഴപ്പവുമില്ല എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അതരുത് എന്ന് പൗലോസ് ശക്തമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപം ചെയ്യുന്ന ഒരുവൻ പാപത്തിന് അധീനനാണ്. ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിന് ദാസന്മാർ അഥവാ അടിമകളാകുന്നു എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ചില സംശയം ഉളവാകാം. അതായത് നാം ന്യായപ്രമാണത്തിന് അധീനരല്ല എന്ന് പൗലോസ് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ താൻ പറയുന്നു നാം ദൈവത്തെ അനുസരിക്കണമെന്ന്. അത് ന്യായപ്രമാണത്തിന് അധീനർ പോലെ ഒന്നല്ലേ എന്ന് ഒരു ന്യായമായ സംശയം നമുക്ക് ഉണ്ടാകാം. എന്താണ് ഇത് തമ്മിലുള്ളതായ വ്യത്യാസം? ഇവിടെ വലിയ വ്യത്യാസം തന്നെ ഉണ്ട്. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴിൽ എന്നതിന്റെ അർത്ഥം ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയുടെ കീഴിൽ എന്നാണ്. ന്യായപ്രമാണത്തിന്റെ അധികാരത്തിന് കീഴിലുള്ളവർ ന്യായപ്രമാണം മൂലം വിധിക്കപ്പെടും. കാരണം അവർക്കൊരിക്കലും ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ എന്നുള്ളത് തുലോം വ്യത്യസ്തമാണ്. അത് യേശു കർത്താവിൽ കൂടി നമുക്ക് ലഭിച്ച കൃപയിലാണ്. കൃപ വെറുതെ പകരപ്പെടുകയുമല്ല, അതിന്റെ പിന്നിൽ യഥാർത്ഥമായ അനുതാപം, പശ്ചാത്താപം ആവശ്യമുണ്ട്. അതാണ് 1 യോഹന്നാന്റെ ലേഖനം 1:9-10 വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി എന്ന് അവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴിൽ പാപമോചനമില്ല, ശക്തിയുമില്ല, ശിക്ഷാവിധി മാത്രമാണ് ഉള്ളത്. നാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് സ്വതന്ത്രരാണെങ്കിലും ദൈവത്തിൽ നിന്ന് സ്വതന്ത്രരല്ല. നാം ആരുടെയെങ്കിലും അടിമകളായിരിക്കേണ്ടതിനാൽ ദൈവത്തിന്റെ അടിമകളായിരിക്കുന്നതാണ് ഏറെ നല്ലത്. അതിന്റെ ഫലം നമുക്ക് നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ പാപത്തിന്റെ അടിമകൾക്ക് മറ്റൊരു പ്രതിഫലം കിട്ടും, അത് നിത്യമരണമാണ് എന്നുള്ളത് 21, 22, 23 വാക്യങ്ങളിൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ വ്യക്തമാക്കുന്ന അടിമ എന്ന് പറയുന്നത് ദൈവത്തിന് നാം അടിമകളായി തീരുമ്പോൾ അത് കേവലം ഒരടിമത്തമല്ല, പ്രത്യുത മക്കളും അവകാശികളുമാക്കി അത് നമ്മെ മാറ്റുകയാണ്. അഥവാ സ്വന്തം മക്കൾക്കുള്ള പദവി നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആയതുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയരെ, നാം യഥാർത്ഥത്തിൽ
ആരുടെ അടിമയാണ്? പൈശാചികന്റെ അടിമയാണോ? അഥവാ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ പ്രാണനാഥന്റെ അടിമയാണോ? ആ അടിമ വെറും ഒരു അടിമത്തമല്ല, അതെ, നമ്മെ അവകാശികളാക്കി മാറ്റുന്ന പുത്രത്വം നൽകിയ ആ അനുഭവത്തിൽ, ആ നിത്യജീവന്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ നമുക്കിടയായിട്ടുണ്ടോ എന്ന് നമുക്കൊന്നുകൂടി ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നരപാപം പോക്കാൻ നരനായവതരീച്ചാനന്ദവല്ലഭദായകായി പാപിയെ വീണ്ടെടുത്തല്ലോ. നരപാപം പോക്കാൻ നരനായവതരീച്ചാനന്ദവല്ലഭദായകായി പാപിയെ വീണ്ടെടുത്തല്ലോ. ഒരു മരക്കുരിശിൽ ഇരുമ്പാണിയാലെ കാൽകരം ചേർത്തടിച്ചു. ഒരു മരക്കുരിശിൽ ഇരുമ്പാണിയാലെ കാൽകരം ചേർത്തടിച്ചു. തുപ്പി നിൻമുഖത്ത് കന്നത്തടിച്ചു, മുഷ്ടി ചുരുട്ടിയിടിച്ചു. ഓ കുറ്റമില്ലാ രക്തത്തെ നരപാപം പോക്കാൻ നരനായവതരീച്ചാനന്ദവല്ലഭദായകായി പാപിയെ വീണ്ടെടുത്തല്ലോ. തിരശീല രണ്ടായി ചീന്തിപ്പോയി മുടി തൊട്ടടിയോളം. തിരശീല രണ്ടായി ചീന്തിപ്പോയി മുടി തൊട്ടടിയോളം. പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, കല്ലറകൾ തുറന്നു. ഓ മർത്യരന്യോന്യം അമ്പരന്നു. നരപാപം പോക്കാൻ നരനായവതരീച്ചാനന്ദവല്ലഭദായകായി പാപിയെ വീണ്ടെടുത്തല്ലോ.